ടീച്ചറെ തല്ലിപ്പിള്ളികളെ നേരെയാക്കാൻ നോക്കുവാണോ? അതിനിടയില് കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ ടീച്ചർ ആ കുഞ്ഞിനെ പിടിച്ച് ലീഡറുവാക്കി. ഇത്തിരി വികൃതി ഉണ്ടെന്നേ ഉള്ളൂ. പാവം കുട്ടികളാ. പാവം കുട്ടികൾ. ടീച്ചർക്ക് അവന്മാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. നല്ല വിളഞ്ഞ വിത്തുകളാ. കൂടുതലെടുക്കുമ്പോ അറിയാൻ പറ്റും. ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടീച്ചർ ഇവിടെ പുതിയതായതുകൊണ്ടാ അവന്മാരെ കുറിച്ച് കൂടുതൽ അറിയുമ്പോ ടീച്ചർക്ക് മനസ്സിലായിക്കോളും. അവന്മാരിൽ 5 പേരിൽ ഒരാളായി അതെനിക്കറിയാം. സംശയമില്ല. ഇന്നെന്തായാലും ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. അവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട. പോലീസൊന്നും വേണ്ടോ? ഇതുപോലുള്ളവന്മാരെ ഞാൻ കുറെ കണ്ടതാണ്. കേരളത്തിലിപ്പോ സംസ്കാരം സംസ്കരിക്കപ്പെടുന്നതുകൊണ്ടാവാം കവിതകളുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. പശ്യസഖേ വടിരൂപൻ ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുത. ഇത് സംസ്കൃതത്തിൽ നിന്നും പിൽക്കാലത്ത് റോണി സാറേ ഇന്നും ആരോ എൻ്റെ വണ്ടിയിൽ പ്ലഗ് കഴിച്ചെടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യമായി. ഒന്ന് ചോദിച്ചോട്ടെ? സംസാരിച്ചു. എൻ്റെ ബൈക്കിന്റെ പ്ലഗ് ഊരിയെടുത്ത് ആരായാലും സത്യം പറഞ്ഞ പ്രിൻസിപ്പലിന്റെ റൂമിൽ പോകാതെ ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം. വേഗം പറ സാർ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇവന്മാരോട് നേരാൻ വണ്ണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ. നമുക്ക് ഇവന്മാരുടെ ബാഗ് പരിശോധിക്കടോ. അങ്ങോട്ട് വെക്കട കൈ. എന്താണിത്? കൊണ്ടുപോടാ. നിനക്കെന്താടാ ഒരു ഉള്ളി എന്നൊക്കെ കൂടെ എന്റെ കൈ കൊണ്ടുപോവാ. കൊണ്ടുപോടാ. നോക്ക് നോക്ക്, എന്റെ അടിയിലും കൂടി നോക്ക്. അപ്പുറത്താൻ ചോട്ടാ. ഒരാളുണ്ട് അപ്പുറത്ത്. തപ്പിക്കോ? ആ ഇപ്പൊ ചേട്ടാ പേനല്ല ഗ്യാപ്പുള്ളൂ. കിട്ടിയാ നേരെയൊക്കെ നോക്കട്ടാ. ഇതില് ഇങ്ങോട്ട് കൊണ്ടുപോടാ. കൈ അങ്ങോട്ട് മാറ്റി വെക്കാം. ശരിക്കും നോക്കണോ? സാറേ ഇത് കണ്ട? നിന്നോട് മലയാളത്തിലല്ല ഞാൻ ചോദിച്ചേ. ഏതേക്കടാ? ബാക്കി പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയി സംസാരിക്കാം. സാറേ ഞാനവന്റെ ബാഗിൽ പ്ലഗ് വെച്ചത് അവനല്ല. അതെങ്ങനെ ശരിയാവണ? സാറ് മിൽട്ടനൊന്നുമല്ല, പ്ലഗ് വെച്ചത് ഞാനാണ്. അയ്യോ തള്ളല്ലേ സാർ, അവന്റെ ബാഗിൽ ഞാനാ വെച്ചത്. ഇതെന്നതാടാ വഗൂരിയന്മാരുടെ സംസ്ഥാന സമ്മേളനം? സാറേ ഹ്യൂമാരൊക്കെ ചുമ്മാ കള്ളം പറയണതാ. വൈശാന്റെ ബാഗിൽ പ്ലഗ് വെച്ചത് ഞാനാ. ഒരു കാര്യം ചെയ്യ്, 5 പേരും കൂടെ ചെല്ല്. വാടാ. നടക്കടാ അങ്ങോട്ട് വഗൂരിയന്മാരെ. കണ്ട, നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസ്കാരമില്ലായ്മയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിന് വേണ്ടി നിലകൊണ്ട് സ്വന്തം രാജ്യം പോലും ഉപേക്ഷിക്കേണ്ടി വന്ന രാജാവാണ് ഹരിശ്ചന്ദ്ര. കണ്ണീരോടെയാണ് മോഹൻദാസ് എന്ന ആ ബാലൻ അന്ന് രാത്രി ആ നാടകം കണ്ടത്. രാജാ ഹരിശ്ചന്ദ്രയെ പോലെ സത്യത്തിന്റെ പാതയിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും താനും തയ്യാറാവില്ല എന്ന് ആ കുട്ടി അന്ന് തീരുമാനിച്ചു. ഗാന്ധിജിയായിരുന്നു മോഹൻദാസ് എന്ന ആ ബാലൻ. എങ്ങോട്ട് സാറേ ഇപ്പോ? നിങ്ങൾ ആരും ഒന്ന് ക്ലാസ്സിലിരിക്കണ്ട. നിങ്ങളെ പാരൻസ് നാളെ വരുമ്പോൾ TC ഞാൻ അവരെ കൊടുത്തേക്കാം. എക്സ്ക്യൂസ് മീ സർ. യെസ്. ശ്രുതിക്കൊരു കാര്യം പറയാനുണ്ട്. ശ്രുതി പറയൂ. റോണി സാറ് പറഞ്ഞിട്ടാണ് കുഞ്ഞിന്റെ ബാഗിൽ ഞാൻ ആ പ്ലഗ് വെച്ചത്. പുറത്താരോടെങ്കിലും പറഞ്ഞ എന്നെ തോപ്പിച്ചാടെന്ന് റോണി സാറ് പറഞ്ഞു. ശരി, നിങ്ങളെല്ലാം ക്ലാസ്സിൽ പോയിക്കോളൂ. ക്ലാസ്സിൽ പോയിക്കോളൂ. താൻ ആദ്യം പോടും. പോലെ ഉണ്ട്. റോണി അവിടെ നിൽക്കും. താനെന്ത് പൂക്കത്തരോടോ കാണിക്കുന്നത്? ഒരു അധ്യാപകനാണെന്ന് പറയാൻ തനിക്ക് നാണല്ലേ? അധ്യാപകൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിദ്യാർത്ഥികൾക്ക് മാതൃകയായി ഇരിക്കേണ്ടവൻ.
ഒരു പാവം വിദ്യാർത്ഥിയെ കള്ളനായി മുദ്ര കുത്തിയിട്ടേ തനിക്ക് എന്ത് കിട്ടാനാണ്ടോ? ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ സ്ഥാനം സ്കൂളിന് പുറത്തായിരിക്കും. മനസ്സിലായോ? Get out from me. Hey, nah, no, take this. Get lost. ഇഷ്ടപ്പെട്ടോ? അപ്പൊ ശരി ടീച്ചർ, കാണാം. ആ ശരി. എന്താ എല്ലാരും കൂടെ? ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ടീച്ചറിൻ്റെ അടുത്തൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു ടീച്ചർ പറഞ്ഞത്. താങ്ക്സ് പറയാൻ വേണ്ടി. നിങ്ങളല്ല, ഈ സ്കൂളിലെ ഏതൊരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിൽ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ വരുന്നത്, അല്ലാണ്ട് മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിക്കാനല്ല. അതൊന്നും കാണാൻ ഇവിടെ ആർക്കും സമയവുമില്ല. മറ്റുള്ളവർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മാത്രം പുറകിലായി പോകും. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി നിങ്ങളുടെ സെക്കൻഡ് ചാൻസാ. ഓക്കെ? താങ്ക് യു. എനിക്ക് നല്ല വിഷമമുണ്ടോ? എനിക്കൊരു ആനന്ദത്തിന് നിന്നെയൊക്കെ നന്നാക്കാൻ വേണ്ടിട്ട് ഇവിടെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിരിക്കണം. എന്നിട്ട് നീയൊക്കെ എവിടെ ഇരുന്നു? നീയൊക്കെ പഠിക്കണേ പഠിച്ചാ പോലെ, ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് ഓ വരാൻ നന്നായുള്ളൂ. ആ ലിംഗം സാറിന്റെ ക്ലാസ് ആയിരുന്നു. അതാണല്ലോ. നീ ഇന്ന് വന്നായിരുന്നെങ്കിൽ നിനക്ക് ആ പെൺകുട്ടിയെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ കുറെ നാളെ നിന്റെ പെൺകുട്ടി നിർത്തിയ എടാ, ആ പെൺകുട്ടി നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉള്ളതാ. നമ്മുടെ ക്ലാസ്സിലോ? പറയൂല. എന്തിനാണ് ഇവിടെ അടുത്തൊക്കെ ചോദിക്കുന്നത്? നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു അടിപൊളി വഴി എന്റെ കയ്യിലുണ്ട്. ഓ പിന്നെ നിന്നെയൊക്കെ എനിക്ക് ശരിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ എന്റെ ശരിക്കറിയാം. എന്തെങ്കിലും കാര്യമില്ലാണ്ട് നീ ഒന്നും എനിക്ക് ഒഴിച്ചു തരില്ല. തല്ലാനോ? ഇവനെ കണ്ട ഈ ഓറഞ്ച് ഇട്ടേ ഇവനോട് ഞങ്ങളുടെ ക്ലാസ്സിലെ ഏതോ ഒരു പെണ്ണിന് ഭയങ്കര പ്രേമം. എടാ പോർക്കുമോറ, പ്രേമമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടാ? ലോകത്തിലെ ഏറ്റവും വലിയ വികാരമാണ് പ്രേമം. നിന്റെ കല്യാണം പ്രേമൊക്കെ ഞാൻ നടത്തി തരടാ. പ്രായമായിട്ടില്ല. ഈ കോത്തായിട്ട് ഡയലോഗ് ഇട്ടിട്ട് ഞാൻ ഈ പരിപാടി പ്രായമായില്ലോ കോപ്പായില്ലോ പ്രായമായില്ലേ? എടാ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ഉമ്മാന്ന് പറഞ്ഞ കൊച്ചുണ്ടായിടാ. എടാ ഉമ്മ എന്റെ കൂടെ 10ാം ക്ലാസ്സിലുണ്ടായി ഉമ്മ. അതുകൊണ്ട് ചോദിച്ചിട്ട് വെള്ളം ഇല്ലടാ. ചേട്ടാ ആകെ പ്രശ്നം. അടി മാത്രമേ നടക്കുള്ളൂ. ഒരു ഐഡിയ. ആകെ പ്രശ്നം. ഇയാൾക്കൊരു ഉമ്മ ഗതികേടണ്ട. ഐഡിയ ഐഡിയക്ക് വേണം. ഉമ്മ മനസ്സിൽ കയറക്കണ്ട. ഉമേനെ വിട്. തേണ്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാരും മാറിക്കണം, പുറത്തോട്ട് വരും. ഇതായിരിക്കണം അവിടെ.